ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ലേണർ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാം. ഇതിപ്പോൾ കൊമേഴ്സ് ലേണർ മാനേജ് ചെയ്യുന്നത് ഷെൽസി എന്ന് പറയുന്ന ടീച്ചറാണ്. ടീച്ചറിൻ്റെ മകളാണ് ഞാൻ. അപ്പോൾ ഷെൽസി ടീച്ചറും ഞാനും, അതായത് അമ്മയും ഞാനും ഒരു ആക്സിഡൻറ്റ് പറ്റി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അമ്മ കംപ്ലീറ്റ്ലി കിടന്ന് റെസ്റ്റ് തന്നെയാണ്, എണീക്കാൻ പോലും പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും കിടക്കുമ്പോൾ ഒരു എന്താ പറയുക, മെൻ്റലി ആൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് പഠിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ആളൊന്ന് കുറച്ചുകൂടി ആക്റ്റീവായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും അമ്മേനെ മാക്സിമം വീഡിയോസിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ മെറ്റീരിയൽ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് സാധാരണ കേസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് EOQ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ആണ് നമുക്ക് ഓർഡർ ചെയ്യുന്നതാണ് ഇക്കണോമിക് ആയിട്ടുള്ളത്, എത്ര യൂണിറ്റ് വാങ്ങുന്നതിനുള്ള ഓർഡർ കൊടുക്കുന്നതാണ് ഇക്കണോമിക്കലായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ EOQ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ EOQ ഈക്വൽസ് √2CO ഡിവൈഡഡ് ബൈ I. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. സി എന്ന് പറയുന്നത് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ പെർ ആനം. ഒരു വർഷം എത്ര മെറ്റീരിയലാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. O എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡർ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് എത്രയാണ്. അതുപോലെ I എന്ന് പറഞ്ഞാൽ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് EOQ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻസ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കാം. കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ് പെർ ആനം 6000. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ ₹15. ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് 0.50. നമുക്ക് എല്ലാ ഇൻഫർമേഷനും റെഡിലി അവൈലബിൾ ആണ്, നേരിട്ട് തന്നെ ക്വസ്റ്റ്യനിൽ തന്നേക്കാണ്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോൾ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ആൻസർ പേപ്പറിൽ എഴുതണം. നമുക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്നുള്ളത് അവിടെ വ്യക്തമാകും. പിന്നെ നമ്മുടെ ആൻസർ തെറ്റിയാലും വലിയ പ്രശ്നം വരില്ല, നിസ്സാര മാർക്ക്. നമുക്ക് എന്തറിയാം, ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് ആദ്യം നമ്മൾ എഴുതാം. സി. അപ്പോൾ അവിടെ ഇക്വേഷൻ EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ √2CO ഡിവൈഡഡ് ബൈ I. ഇപ്പോൾ സി നമുക്ക് തന്നിട്ടുണ്ട്. കൺസംഷൻ ഓഫ് മെറ്റീരിയൽ പെർ ആനം 6000. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ ₹15. അതുപോലെ I ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് 0.5 എന്നുള്ളത് നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ EOQ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതണം. √2CO ഡിവൈഡഡ് ബൈ I. പിന്നെ നമുക്ക് ആ ഇക്വേഷനിൽ ആ ഫിഗേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 2 ഇൻറ്റു സി എന്ന് പറയുന്നത് 6000 ഇൻറ്റു O എന്ന് പറയുന്നത് 15 ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് 0.5. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6000 യൂണിറ്റാണ്. 600 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ആ 600 യൂണിറ്റ്സ് ഓർഡർ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ളത്, ലാഭകരമായിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 600 യൂണിറ്റ്സ് എന്ന് എഴുതണം. ഇങ്ങനെ നമ്മൾ ഈ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാധാരണ കേസിൽ നമുക്ക് ഷുവർ ക്വസ്റ്റ്യനാണിത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കും.